നിർബന്ധമായി എഴുതി വെക്കേണ്ട വസിയത്തുകളിൽപ്പെട്ടതാണെന്ത്? എന്റേതല്ലാത്ത പ്രോപ്പർട്ടി എന്റെ പേരിൽ ഉണ്ട് എന്ന് എനിക്കറിയാമെങ്കിൽ അങ്ങനെ ഉണ്ടാവും. വസ്തുവിൻ്റെതാവില്ല. ഞാൻ ചില സാഹചര്യങ്ങളിൽ ആരുടെയൊക്കെയോ ഭൂമി എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചതാവും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആധാരം എന്റെ പേരിലായിരിക്കും, പക്ഷേ റിക്കാർഡിക്കലി അത് എന്റേതാണ്. പക്ഷേ ഫലത്തിൽ അത് എന്റേതാണോ? അല്ല. അത് എന്റെ കുടുംബങ്ങൾ അറിയണം. അപ്പൊ എന്റെ കുടുംബങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ വസിയത്തിൽ എഴുതി വെക്കണം, മക്കളെ ബാപ്പന്റെ പേരിൽ ഇന്ന സ്ഥലത്തുള്ള സ്ഥലങ്ങളുണ്ട്, ഇത്ര നമ്പർ ആധാരമുണ്ട്, ആ ആധാരത്തിൽ പറയുന്ന സ്ഥലം ഉപ്പാന്റെ മുതലല്ല, ഉപ്പ മറ്റൊരാളുടെ സമ്പത്ത് അയാളുടെ സമ്മതപ്രകാരം ഒരു അത്യാവശ്യത്തിന് വേണ്ടി അയാൾക്ക് വേണ്ടി ഉപ്പയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് ഓരി വെച്ച് എടുക്കാൻ പറ്റിയ മുതലല്ലട്ടോ, വസിയത്ത് എഴുതി വെച്ചോളണം. ഇതറിയാതെ മക്കളോടത് മിണ്ടിയില്ല. വാപ്പ സ്വകാര്യമായിട്ട് സ്നേഹിതന്മാരോട് കൂടെ അങ്ങനെയാണ് ചെയ്തതാണെങ്കിൽ മക്കൾ കോടതിയിലാണ് കയറും. എന്റെ ബാപ്പന്റെ റൈറ്റാണ് ഈ പ്രോപ്പർട്ടി, അവരാ അന്യായമായ സ്വത്താണ് കൈക്കലാക്കിയിട്ട് അതവർ പരസ്പരം എന്ത് ചെയ്യും? വീതിക്കും. ഹറാം അവർ തിന്നേണ്ടി വരും. ആരാ കുറ്റക്കാരൻ? ഇയാൾ എഴുതി വെച്ചിട്ടില്ല, അപ്പൊ വസിയത്ത് എഴുതി വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ എഴുതി വെക്കണം. ഒരാൾ നമ്മളോട് വേറെ വല്ല വസ്തുവും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോളൂ. ഒരാൾ ഹജ്ജിന് പോവാണ്. ഹജ്ജിന് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു വദിയത്തായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാണ്. റബ്ബിന്റെ തൗഫീഖും ആയുസ്സും ആഫിയത്തും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ തന്നാൽ മതി. അത് കിട്ടിയ അന്ന് ഞാൻ എഴുതി വെക്കണം. എന്റെ ഡയറിയില്, എന്റെ മക്കൾ വായിക്കുന്ന ഡയറി വേണം എനിക്ക്, അതിൽ ഞാൻ എഴുതി വെക്കണം. മക്കളെ ഏതാ ഇന്നയാള് എന്റെ കയ്യിൽ 10 ലക്ഷം ഏൽപ്പിച്ചിട്ടുണ്ട്, ഉപ്പായുടെ സമ്പത്തിൽ അതുണ്ട്, ബാങ്ക് ബാലൻസിൽ അതുണ്ട്, അത് ഉപ്പന്റെതല്ലട്ടോ, അത് അയാൾ എന്നെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ്. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ അയാൾ വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു ഉപ്പനെ ഏൽപ്പിച്ചതാണ്. ഇത് മക്കൾ അറിയണം. മക്കൾ അറിഞ്ഞിട്ടില്ലെങ്കിലോ, ഇയാൾ ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് മക്കളോട് ചോദിക്കും, ഇയാൾ ധൈര്യച്ചിട്ടില്ല, ഇയാൾ മരിച്ചുപോയി, മക്കള് അങ്ങനെ വാക്കാല് പറഞ്ഞതിനൊന്നും ഇവിടെ അങ്ങനെ എത്ര ആൾ വന്ന് പറയും. കറക്റ്റാണ്, അങ്ങനെ പറയുന്നവരുണ്ടാവില്ലേ? അപ്പൊ എഴുതി വെക്കണം. നമ്മുടേതല്ലാത്ത സ്വത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ എഴുതി വെക്കണം. ഒരാൾ നമ്മുടെ കയ്യിൽ 1 ലക്ഷം റുപ്യ ഏൽപ്പിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കണം, നിങ്ങൾ അർഹതപ്പെട്ട ആളുകളെ കണ്ടാ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ്, ഞാൻ എഴുതി വെക്കണം. അത് ഇന്നയാൾ എന്നെ ഏൽപ്പിച്ച സക്കാത്തിന്റെ മുതലാണ്. അതല്ലാതെ ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ 1 ലക്ഷവും കൂടി എന്റെ മക്കൾ എന്റെ സമ്പത്തിലേക്ക് കൂട്ടി അവർ ഓഹരി വെക്കും. ആരാ കുറ്റക്കാരൻ? എഴുതി വെക്കാത്ത ഞാൻ കുറ്റക്കാരനാകും. സക്കാത്ത് കൊടുക്കാത്ത മുതലുണ്ടോ? ഞാൻ എഴുതി വെക്കണം. മക്കളെ വർഷങ്ങളായി ഇപ്പൊ സക്കാത്ത് കൊടുത്തിട്ടില്ല, ഇത്ര രൂപ സക്കാത്ത് കൊടുക്കാൻ ഇനിയും ഇവിടെ കുടിശ്ശിക ബാക്കിയുണ്ട്, നിങ്ങൾ കൊടുത്തു തീർക്കണം. ഇത് എന്റെ മുതലല്ല, അത് ആരാന്റെ ഹക്കാണ്, റബ്ബിന്റെ അവകാശമാണ്. അത് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ അതെടുത്ത് കൈകാര്യം ചെയ്യും, നമ്മൾ കുറ്റക്കാരാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളാണ്.